ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം കേട്ടോ. അപ്പോഴേ ഇത് കണ്ടപ്പോൾ എന്തായാലും എല്ലാവർക്കും മനസ്സിലായി കാണൂല്ലേ, കുമ്പിളപ്പമാണെന്ന്. അതെ, ഇത് കുമ്പിളപ്പം തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ എന്തിനെ കൊണ്ടാണ്, ചക്കനെ കൊണ്ടല്ല കേട്ടോ ഉണ്ടാക്കിയത്, പഴം കൊണ്ടാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിവിടെ ഒരു അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം തന്നെയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ അധികം പഴുക്കാത്ത പഴമാണ് എടുത്താലും കുഴപ്പമില്ല, നമുക്കിത് എന്തായാലും മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് പഴം ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഈ പഴം എടുത്ത് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് അതിനുള്ളിലുള്ള നമ്മൾ കറുത്ത പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റി കൊടുക്കാം. എല്ലാ പഴത്തിൻ്റെ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ ഈ ഒരു കറുത്ത പോർഷൻ നമ്മൾ മാറ്റി കൊടുക്കുന്നുണ്ട്. അതുപോലെ എല്ലാം നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഓരോന്നോരോന്നാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ പഴവും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വെള്ളം ഇതിൽ തീരെ ഉപയോഗിക്കരുത് കേട്ടോ, വെള്ളം തീരെ ചേർക്കരുത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കായ നമുക്ക് ഇട്ട് കൊടുക്കണം, അത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ മിക്സ് നമ്മളത് നല്ല ടൈറ്റാണ് കേട്ടോ. നമ്മൾ തീരെ ഇതിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെയാണ് അരച്ചത്. ഇനി ഈ മിക്സിലേക്ക് നമുക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഞാനിവിടെ ചേർക്കുന്നത്. അതേ കപ്പ് തന്നെ, സെയിം കപ്പ് തന്നെ നമ്മളൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളത് ശർക്കര ഉരുക്കിയ വെള്ളമാണ്. ഞാൻ ഏകദേശം ഒരു 300 ഗ്രാം ശർക്കരയാണ് കേട്ടോ ഉരുക്കിയത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ഇടാൻ മറന്നതിനോ. ഇനി നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന ഇലയാണ് കേട്ടോ. ഇത് എന്താ ഇലമംഗലം അങ്ങനെ എന്തോ ആണ് പറയല്. അപ്പോൾ ആ ഇലയിൽ തന്നെ നമ്മൾ കുമ്പിൾ പോലെ കുത്തിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇലൊന്ന് മടക്കിയിട്ട് നമുക്കൊരു ഇർക്കിളിയാണ് കേട്ടോ ഞാനിവിടെ, നിങ്ങൾക്ക് ടൂത്ത് പിക്കൊക്കെ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഞാനിവിടെ ഇർക്കിളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോന്നും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയതൊക്കെ നമുക്ക് പ്ലേറ്റിൽ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആവിച്ചമ്പിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ പണി കഴിയും. എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും പഴത്തിൻ്റെതായതുകൊണ്ട് തന്നെ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഏത് സമയത്ത് വേണമെങ്കിലും കഴിക്കാം. നമുക്ക് വേണമെങ്കിൽ തണുപ്പിച്ചും ഒക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക.